ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി. ചെയിൻ സ്പോക്കറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് കയറിയാണ്. അതിൻ്റെ ബാക്ക് ലൈൻഡറൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ലൈൻഡറൊക്കെ ഓക്കെ ഉണ്ടോ, പുതിയ ലൈൻഡറാണ്, വലിയ പഴക്കമായുള്ള ഹോണ്ടയുടെ കമ്പനി ലൈൻഡറാണ് എടുക്കണത്. ചെയിൻ സ്പോക്കറ്റ് മാറ്റുമ്പോൾ നമുക്കിങ്ങനെ സെറ്റായിട്ട് മാറണം. 2 സ്പോക്കറ്റും ചെയിനും കൂടി നമുക്ക് വരാം. നമുക്കതിന് വന്ന കോസ്റ്റ് എന്ന് പറയുമ്പോൾ 1031 രൂപയാണ് ഐറ്റത്തിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ, കമ്പനി ആയിട്ടാണ്. പിന്നെ ഓയിൽ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓയിൽ ലെവൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓയിൽ സ്റ്റിക്കിനകത്ത് അതിൻ്റെ ലെവൽ കുറവ് കാണിക്കണേ. അപ്പോൾ നമ്മളൊന്ന് അഴിച്ച് ഊറ്റി നോക്കിയതാണ്. നമുക്ക് കറക്റ്റ് 1/2 ലിറ്റർ ഓയിലുള്ളൂ, 500 മില്ലി ഉള്ളൂ കറക്റ്റായിട്ട്. നമുക്ക് എഞ്ചിനിൽ വേണ്ടത് 1 ലിറ്ററാണ്. അപ്പോൾ നമുക്ക് ഈ പഴയ ഓയിലിനകത്തേക്ക് പുതിയ ഓയിൽ ഫില്ല് ചെയ്യുന്നതിന് നല്ലത് മൊത്തത്തിൽ ചേഞ്ച് ചെയ്യണതായിരിക്കും. നമുക്ക് 2290, അതായത് ഏകദേശം 2300ഓളം ഓടിയിട്ടുണ്ട്. 2300 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സാധാരണ നമുക്ക് ഓയിൽ ചേഞ്ച് വരാമെന്ന് പറഞ്ഞാൽ 3000 കിലോമീറ്ററിലാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഓയിൽ മൈന്യൂട്ടായിട്ട് ലെവൽ കുറവ് കാണിക്കുന്നുണ്ട്. അത് എന്തിൻ്റെയാണെന്നുള്ള ദിവസം നോക്കണം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്ര ഓയിൽ ലെവൽ കുറവുള്ള സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് ഒന്നോരോ ഓയിൽ ലീക്കായിട്ട് പോകണം, അല്ലെങ്കിൽ ഓയിൽ ചെറുതായിട്ട് കത്തിപ്പോണ്ടാവും. ഓയിൽ ലീക്ക് കാണുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എഞ്ചിൻ ഓയിൽ കയറി കത്തണതാണെന്ന് വേണം നമുക്ക് അനുമാനിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ ഓയിൽ മാറ്റാം. അതിന് ശേഷം നമുക്ക് ഒരു 1000 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 500 കിലോമീറ്റർ കഴിഞ്ഞ് കഴിയുമ്പോൾ 500 കിലോമീറ്റർ 1000 കിലോമീറ്ററോ അതിനിടയിൽ എപ്പോഴെങ്കിലും വന്നിട്ട് നമുക്ക് അതിൻ്റെ ഓയിൽ ലെവൽ എന്തോരം കുറഞ്ഞു കൊണ്ടെന്നുള്ള ദിവസം ഒന്ന് ചെക്ക് ചെയ്യണം. അത് കാര്യമായിട്ടുള്ള പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് കൈയോടനെ അത് റെഡി ആക്കേണ്ടതാണ്. അതല്ലെങ്കിൽ ഓയിൽ ലെവൽ കുറഞ്ഞു പോകുമ്പോഴത്തേക്കും മെയിനായിട്ടുള്ള മേജർ കംപ്ലയിൻറ്റുകളിലേക്ക് പോകാനും അത് എഞ്ചിൻ പണിയായിട്ടൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ഇപ്പം നമുക്ക് എന്തായാലും ഓയിൽ ചേഞ്ച് ചെയ്യാം, കാരണം എന്താ വെച്ചാൽ നിസ്സാരവിടെ ഓടാനുള്ളൂ. പിന്നെ അത് കൂടാതെ കൊണ്ട് ഓയിൽ ലെവൽ ഇത്രയും കുറവല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചെയിൻ സ്പോക്കറ്റ് മാറുന്നതിൻ്റെ ഓയിൽ ചേഞ്ചിലെല്ലാം കൂടിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിൽ തരാം കേട്ടോ. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ.